ഞാനിപ്പോൾ പാല് മേടിക്കാൻ വേണ്ടി പോയിട്ട് വന്നതാണ്. അപ്പോൾ ആ ഭാഗത്ത് മൊത്തം മരങ്ങൾ മൊത്തം വീണെടുക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ പോസ്റ്റുകൾ, ഞാൻ പോകുന്നതൊക്കെ ഈ കമ്പിയിൽ കൂടെയാണ് കേട്ടോ നടന്നു പോകുന്നത്. അത്രയധികം പോസ്റ്റുകളാണ് വീണെടുക്കുന്നത്. ഇനി 1 വീക്കാവും തോന്നുന്നുണ്ട് നമ്മുടെ അവിടെ കറണ്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനി എന്താവും അറിയില്ല. ഇത്രയും പോസ്റ്റുകളൊക്കെ മാറ്റി ഇത്രയും മരങ്ങളൊക്കെ KSEBക്കാർ എങ്ങനെ മാറ്റി ശരിയാക്കുന്ന അറിയില്ല കേട്ടോ. അത്ര അധികം മരങ്ങളാണ് പൊട്ടിയിരിക്കുന്നത്. വീടുകളുടെ ഓരോരോ ഭാഗത്തൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർക്കൊന്നും പറ്റാത്തത് ദൈവത്തിൻ്റെ ഒരു സഹായം എന്ന് മാത്രം പറയാം. ബാക്കിയുള്ള എല്ലാവരും ഫുള്ള് മരങ്ങളാണ് കേട്ടോ. അടിച്ച് എന്താ പറയുക, നല്ലൊരു ചുഴലിക്കാറ്റ് വന്ന ഒരു ഫീലാണ്. ശരിക്കും വയനാട് സംഭവിച്ചതിൻ്റെ ഒരു ഭാഗം നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. കാറ്റിൽ മരങ്ങളാണ് കൂടുതലായിട്ട് പൊടിക്കുന്നത്. വീടൊക്കെ 2-3 വീടൊക്കെ പോയി എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്നും പോയി നോക്കിയിട്ടില്ല. ഏട്ടനൊക്കെ അവിടെ നിന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ചെറുലി ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ ഇന്നലെ ഒരു ഈവനിങ് സമയമായപ്പോൾ ഭയങ്കര ഒരു മഴയായിരുന്നു ഞങ്ങളുടെ ഈ ഭാഗത്തൊരു വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന പൂച്ചെടികളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം താഴെ വീണെല്ലാം പൊട്ടി. അതേപോലെ ഇത് കണ്ടില്ലേ, ഞങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മരമാണ് കേട്ടോ. ഇതൊരു വലിയ തേക്കാണ്. ഇത് വീഴുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒത്തിരി പേടിച്ചു കേട്ടോ. ഈ മുകളിലുള്ള ഭാഗത്ത് തെറ്റി വീണാലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് കട പുഴകി അങ്ങോട്ട് വീണു കേട്ടോ. എന്താ പറയുക, നമ്മൾ ഇന്നലെ അത്രയും കാറ്റാണ് ശക്തിയായിട്ട് നമ്മുടെ കല്ലടിക്കോട് കരിമ്പയിൽ നടന്നത് കേട്ടോ. അപ്പോൾ എല്ലാ വീടുകൾക്കും ഓരോരോ ഭാഗങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ഓരോരോ അപകടങ്ങൾ. അപ്പോൾ ഇത് കണ്ടോ, തേക്ക്, ഇവിടെ ഉള്ള ഒരു തേക്ക്, പിന്നെ അതേപോലത്തെ അത് കണ്ടോ തെങ്ങ് മുറിഞ്ഞ് കിടക്കുക കേട്ടോ. നടുമുറിഞ്ഞ് എല്ലാം ആ വശത്താണ് കേട്ടോ വീണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ഒരു എന്താ പറയുക, ഭഗവാൻ കാത്തു എന്ന് തന്നെ പറയാം. ഇതേപോലെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ മരം പൊട്ടിക്കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ ചുറ്റുപാടും മൊത്തം എല്ലാവരും ഇത് കണ്ടോ, ഈ ഭാഗത്ത് മൊത്തം നമ്മുടെ ഈ സൈഡ് ഫുള്ള് മരമാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഈ നമ്മുടെ അല്ല, പക്ഷേ അടുത്തുള്ളവരുടെയാണ് കേട്ടോ ഇതൊക്കെ. പക്ഷേ നമ്മുടെ സൈഡിലേക്കല്ലേ ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. ഇപ്പോൾ വീടോന്നൊക്കെ വിചാരിച്ചിട്ട് നല്ലൊരു ചുഴലിക്കാറ്റ് പോലെയാണ് കേട്ടോ ശരിക്കും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും മരമൊക്കെ ഒടിഞ്ഞ് ഒരുപാട് വീടുകളുടെ മുകളിലൊക്കെ വീണ് ഓടും ഷീറ്റും ഒക്കെ പൊട്ടി, ടാങ്കൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്നത് ഈ ഒരു മരമായിരുന്നു കേട്ടോ. ഈ ഒരു തേക്കായിരുന്നു, വലിയൊരു തേക്കാണ് കേട്ടോ. ഇത് കണ്ടോ, അപ്പുറത്ത് ഷീറ്റിൻ്റെ അപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്, അവിടേക്കടക്കം പോയിട്ടുണ്ട് കേട്ടോ. അവിടെ മതിൽ പൊട്ടിയോന്ന് എനിക്കറിയില്ല. പക്ഷേ അത്രമാത്രം വലിയൊരു കാറ്റും മഴയും ചുഴലിക്കാറ്റ് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇതുപോലൊരു കാറ്റ് ശരിക്കും വയനാട് സംഭവിച്ച പോലെയൊക്കെ ചെറുതായിട്ട് തോന്നിപ്പോയി കേട്ടോ. ഇതാണ്ടോ അവിടെ കണ്ടോ വലിയൊരു മരം കിടക്കുന്നുണ്ടോ ക്രോസായിട്ട്. ഇതെന്നല്ല ഞങ്ങളുടെ റൂട്ടിലുള്ളൊരു ബസ് പോകുന്ന സമയമായിരുന്നു കേട്ടോ. ആ ബസ് ജസ്റ്റ് ഒരു മിസ്സായതാണ് കേട്ടോ. ബസ് അവിടെ ഞങ്ങളുടെ സ്റ്റോപ്പിൽ നിൽക്കുക, ഈ മരം വീഴൽ ഒപ്പമായിരുന്നു. അങ്ങനെ ബസ് അവിടെ നിർത്തിയിട്ടു. ഭയങ്കര ഒരു ഇതായിരുന്നു. എന്തായാലും മുരുക ഭഗവാൻ കാത്തു എന്ന് തന്നെ പറയാം കേട്ടോ. നമുക്ക് ഈ ഒരു മരം നല്ല കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാൻ കണ്ണനെ എടുത്തിട്ട് കരയായിരുന്നു മറ്റേ വീട്ടിൻ്റെ ഉള്ളിൽ കേട്ടോ. എന്താ ഇത്രയും വലിയൊരു മരമാണ്, ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഇലയൊക്കെ ഇങ്ങനെ കറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ വീണാലോന്നൊക്കെ പണ്ട് നമ്മൾ ഒത്തിരി പേടിച്ചു പോയി കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഏതു മരങ്ങളും നമ്മുടെ ഭാഗത്തൊന്നും വന്നില്ല. അതേപോലെ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാലും ഇത്രയും കാറ്റും ഇത്രയും മരങ്ങളൊക്കെ പോയിട്ടും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. അത് എല്ലാവർക്കും ഒരു വളരെ സന്തോഷമുള്ളതാണ് കേട്ടോ. എന്തായാലും ഇത്രയൊക്കെ തന്നെ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് സമാധാനിക്കുക. അപ്പോൾ കണ്ടോ, ഞാനത് കാണിച്ചു തന്നൊന്നുമില്ലൂ കേട്ടോ. ഇന്നലെയൊക്കെ എന്താ പറയുക, കറണ്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ കറണ്ടൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ എത്ര ദിവസമാകുമെന്ന് അറിയില്ല. ഒരു 100 മരങ്ങളൊക്കെ നമ്മുടെ ഈ പഞ്ചായത്തിലെ ഓരോരോ ഭാഗങ്ങളിൽ വീണെടുക്കുക. അതും കമ്പിയിലും പോസ്റ്റിലൊക്കെയാണ് വീണെടുക്കുന്നത്. അപ്പം ഇനി എന്താവും എന്നറിയില്ല, എപ്പോൾ കറണ്ട് വരും എന്നറിയില്ല. ഇവിടെ മൊത്തം ചപ്പായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഫുള്ള് അടിച്ചിട്ടതാണ് കേട്ടോ. മൊത്തം അത്രയും കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാറ്റായിരുന്നു. നമ്മുടെ ഈ ചെടികളൊക്കെ ബോൺസായി ചെടിയാണ് കേട്ടത്. ഇതൊക്കെ വേരോട് കൂടിയിട്ട് ആ കാറ്റിൽ പുറത്തേക്ക് വന്നു കേട്ടോ. അത് എങ്ങനെ കാറ്റടിച്ചിട്ട് ഇങ്ങനെ ആയിന്ന് എനിക്കറിയില്ല. ഞാൻ രാവിലെ നോക്കുമ്പോഴെങ്ങനെ കണ്ടത്, വേരോട് കൂടിയിട്ട് അങ്ങോട്ട് മറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഒരു തേക്ക് പൊട്ടിപ്പോയി. ബാക്കി ഇവിടെ ഉള്ള ഒരു ചേട്ടൻ്റെ തേക്ക് പൊട്ടിപ്പോയി. അങ്ങനെ ഒരുപാട് എന്താ പറയുക മരങ്ങളാണ് കേട്ടോ കൂടുതൽ പൊട്ടിക്കിടക്കുന്നത്. അപ്പം ഞാനത് ചെറുതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. ഇപ്പോൾ കറണ്ടൊന്നും ഇല്ല രാവിലെ.
ഏത് സൈഡിൽ കൂടി റോട്ടിലേക്ക് കടക്കാൻ പറ്റാതെ നല്ല വണ്ടികളൊക്കെ നിർത്തി എല്ലാവരും നടന്നിട്ടാണ് കേട്ടോ പോയത്. അതേപോലെ പണ്ടത്തെ കാലത്തെ പോലെ എന്താ പറയുക, മെഴുകുതിരിയൊക്കെയാണ് എല്ലാവരും മേടിച്ചിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നത്. ടോട്ടലി ഓഫായി കിടക്കുമായിരുന്നു കേട്ടോ. കറണ്ട് മൊത്തം പോയിട്ട് എല്ലാം എന്താ പറയുക പോസ്റ്റിൻ്റെ മുകളിലാണ് കേട്ടോ പോയിരിക്കുന്നത്. ഇത് കാണിച്ചു തരാം. എന്താ ജസ്റ്റ് ആ ബസ് മിസ്സായതാണ്, ഇല്ലെങ്കിൽ എന്തായിരിക്കും എന്നറിയില്ല. കണ്ടോ ഇന്നലെ മഴ പെയ്തതിൻ്റെ ലക്ഷണം. കൊടുങ്കാറ്റ് എന്നൊക്കെ പറയില്ലേ, കൊടുങ്കാറ്റ് പോലെ ഉണ്ടായിരുന്നു. അതെ, ഇത് കണ്ടോ നടുവെ കമ്പിയുടെ പോസ്റ്റ് ഉണ്ടോ, കമ്പിയുടെ പോസ്റ്റിൻ്റെ സൈഡിലേക്ക് ഇത്രയും വലിയ മരമാണ് എഴുതിയിരിക്കുന്നത്. വണ്ടികളൊക്കെ ഓരോരോ വീട്ടിൽ ഇങ്ങനെ നിർത്തിയിട്ടാണ് പോയിരിക്കുന്നത്. ഓട്ടോറിക്ഷ, ജീപ്പ് അങ്ങനെ എല്ലാം നിർത്തിയിട്ടാണ് കേട്ടോ പോയിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, എല്ലാം ഫുള്ള് ബ്ലോക്കായി കിടക്കുക. എന്നാൽ ഈ മരം ഇങ്ങനെ വീഴുന്ന സമയത്ത് ബസ് ഇത് ഈ ഭാഗത്തായിരുന്നു കേട്ടോ നിൽക്കില്ലായിരുന്നു. ആ മുത്തിയമ്മ പോണില്ലേ, മുത്തിയമ്മ പോണ ഭാഗത്തായിരുന്നു. ജസ്റ്റ് അവരവിടെ സ്റ്റോപ്പിൽ നിർത്തലും ഇവിടെ മരം വീഴലും ഒപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ ആ ബസ് അവിടെ നിർത്തിയിട്ട് ജീപ്പിലൊക്കെയാണ് കുറച്ച് ആൾക്കാരൊക്കെ വേറെ വഴി കൂടെ കൊണ്ടുപോയത് കേട്ടോ. നമ്മുടെ ഭാഗത്ത് ഇങ്ങനെയൊക്കെയുള്ള നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. ആൾക്കാർക്കൊന്നും പറ്റാത്തത് വലിയത് കണ്ടില്ലേ, ഇത്രയും ചപ്പൊക്കെയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ അടിച്ചോരിയും കൊണ്ട് എന്താ അത്ര ഇല്ലതാണ്. പേപ്പറിലടക്കം വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ ചെറിയൊരു ഷോട്ടാണെന്നുണ്ട്, ഇത്രയും ബ്ലോക്ക് ആയതൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ വന്ന് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നല്ല, ഇതിലപ്പുറം നടന്നിട്ടുണ്ട് കേട്ടോ. കരിമ്പ കല്ലടിക്കോട് മേഖലയിൽ ഇന്നലെ കാറ്റും മഴയും പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം കാറ്റും മഴയാണ് കേട്ടോ വന്നത്. ഒരുപാട് വീടുകൾക്കും മരങ്ങളും ഒക്കെ കൂടുതൽ ഇതുപോലെ കടപുഴകി കിടക്കുന്ന മരങ്ങളാണ് കേട്ടോ. നമ്മുടെ ഈ കരിമ്പ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയോര പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഉരുൾപൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. ഒരു 4 വർഷം മുമ്പൊക്കെ ഉരുൾ പൊട്ടിയ സംഭവങ്ങളൊക്കെ നമ്മുടെ 3 ഏക്കറയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് മരങ്ങൾ ഇവിടെ വീണ് കിടക്കുകയാണ്. വലിയ വലിയ തേക്കുകളാണ് കേട്ടോ എല്ലാം വീണിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ഭാഗങ്ങൾ. ഇപ്പോൾ മരം മുറിച്ച് മാറ്റി കളയാനടക്കം ആൾക്കാരെ കിട്ടാത്തൊരവസ്ഥയാണ് കേട്ടോ ഈ ഭാഗത്ത് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള മരങ്ങളൊക്കെ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാഴയൊക്കെ നല്ല നശിച്ചിട്ടുണ്ട്. അതേപോലെ തേക്ക് കേട്ടോ. നമ്മുടെ ഈ കല്ലടിക്കോടൻ മലയാണിത്. ഈ ഭാഗത്ത് എന്താ പറയുക ഉരുൾപൊട്ടാനൊക്കെ ഏറ്റവും ചാൻസ് ഉള്ളൊരു പ്രദേശമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക ഇനി ഈ കാറ്റൊക്കെ വന്നതിന് ശേഷം നമുക്കൊരു പേടിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെ ചാടുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം. സൂം ചെയ്ത് നോക്കിയാൽ നേരെ കാണാം കേട്ടോ. അപ്പോൾ ഫുള്ളും ഈ നമ്മുടെ വീടിൻ്റെ സൈഡ് മൊത്തം ഇതുപോലുള്ള മരങ്ങളാണ്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് വീണില്ല എന്ന് മാത്രം പറയാം കേട്ടോ. ആർക്കും ഒന്നും തടുക്കാൻ പറ്റാത്ത ഒന്നാണ് പ്രകൃതിക്ഷോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഇന്നലെ നമ്മുടെ ഈ കരിമ്പിയിൽ സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. വയനാട് പോലെ നമ്മുടെ കരിമ്പി ആകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ എന്നും പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. പാല് മേടിക്കാൻ പോകുന്ന വഴിയാണേ.